അയ്യോ അച്ഛാ, എന്താ ടിൻഡു? നിയമസഭ വളഞ്ഞിട്ടാണോ അതോ നിവർന്നിട്ടാണോ? ഇവന്റെ ഓരോ തലതിരിഞ്ഞ സംശയങ്ങള്. എന്നാ ഞാൻ പറയുന്നു നിയമസഭ നിവർന്നിട്ടായിരിക്കുന്നതെന്ന്. അത് നിനക്ക് എങ്ങനെ മനസ്സിലായി? ദേ പത്രത്തിൽ എഴുതിയിരിക്കുന്നു നാളെ നിയമസഭ വളയുമെന്ന്. ഇന്ന് നിവർന്നിരുന്നാലല്ലേ നാളെ വളയാൻ പറ്റൂ. നിന്നെ ഞാൻ സമ്മതിച്ചടാ ടിൻഡു, നീ നിന്റെ അമ്മയുടെ മോൻ തന്നെ. ശരിക്കും ഈ പത്രക്കാരെ നമ്മൾ ബഹുമാനിക്കണമല്ലേ അച്ഛാ? അതെ, തീർച്ചയായും. എന്താ ഇപ്പൊ പെട്ടെന്ന് അങ്ങനെ തോന്നാൻ? അല്ല, നാളെ നിയമസഭ വളയുമെന്ന് ഇന്ന് തന്നെ അവർക്ക് അറിയാൻ കഴിഞ്ഞല്ലോ. എന്റെ ടിൻഡു, നീ ദയവ് ചെയ്തൊരല്പസമയം മിണ്ടാതിരിക്കണ്ടോ പ്ലീസ്? അല്ല, അതാരാ വരുന്നത്? ചാക്കോ മാഷല്ലേ? വരൂ മാഷേ, വരൂ. ടിൻഡു മോൻ ഇവിടെ ഉണ്ടായിരുന്നോ? ഇന്ന് കളിക്കാനൊന്നും പോയില്ലേ? ഇന്ന് സ്കൂളില്ലല്ലോ. ഓ, എന്തോന്ന് കളിയൊക്കെ സ്കൂൾ നല്ല മാഷേ. വീട്ടില് ഞാൻ വളരെ ഡീസന്റാ. മാഷ എവിടുന്നാ? ഞാൻ നമ്മുടെ കിഷോറിന്റെ വീട് വരെ ഒന്ന് പോയതാ. അവൻ ഭാര്യയായിട്ട് പിണക്കത്തിലാണല്ലോ. വിവാഹമോചനം വേണമെന്ന് അവൻ പറയുന്നത്. ഞാൻ കുറെ ഉപദേശിച്ചു നോക്കി. കഷ്ടം. ഇപ്പോഴത്തെ യുവതീ യുവാക്കൾക്ക് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേതിന് ഡൈവേഴ്സാ. എന്ത് ചെയ്യാനാച്ചാ, അവർക്കൊന്നും അച്ഛന്റെ അത്ര ക്ഷമയില്ല. മിണ്ടാതിരിയടാ. അല്ല മാഷേ, എന്തുകൊണ്ടാ ആളുകൾക്കിടയിൽ ഈ വിവാഹമോചനം ഇത്ര അധികമാകുന്നത്? അതെ, ഞാനും അത് ആലോചിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ആളുകൾ ഇത്ര പെട്ടെന്ന് വിവാഹമോചനം നടത്തുന്നത്? നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയില്ലെങ്കിൽ ഉത്തരം ഞാൻ പറയാം. ആളുകൾ വിവാഹം കഴിക്കുന്നത് കൊണ്ടാണ് വിവാഹമോചനങ്ങൾ ഉണ്ടാവുന്നത്. ഇതുപോലും അറിയില്ല. മാഷാണത്ര മാഷ്.